എല്ലാവർക്കും പ്രിലിം സ്ട്രാറ്റജി സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രിലിംസിനകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന UPSC ക്രിയേറ്റ് ചെയ്ത് തരുന്ന അല്ലെ UPSC ഫ്രെയിം ചെയ്ത് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിന് നമുക്ക് കേപ്പബിൾ ആകാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ഞാൻ പറയാം. ഇന്ന് മുതൽ ഏത് കോൺസെപ്റ്റ് പഠിച്ചാലും നിങ്ങൾ ഒരു കാര്യം ഒരു ആക്ടിവിറ്റി പോലെ, ഒരു എക്സസൈസ് പോലെ ചെയ്യുക. മറ്റൊന്നുമല്ല, ഏത് കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ആ കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെ UPSCക്ക് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തെടുക്കാം. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ വയർ ചെയ്യുകയാണ്, എങ്ങനെയായിരിക്കും UPSCയും ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്, ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയായിരിക്കും ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ള ഒരു ബ്രെയിൻ വയറിങ്ങും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും ചെയ്യുക. അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളിപ്പോൾ റിവൈസ് ചെയ്യുമ്പോഴായാലും അതേപോലെ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുമ്പോഴായാലും ഏതൊക്കെ ആർട്ടിക്കിൾസിലൂടെ പോകുമ്പോഴും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഇതിന്റെ ഏത് സ്റ്റാറ്റിക് ഏരിയയിലേക്കാണ് ഈ ഒരു ആർട്ടിക്കിളിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളും അതേപോലെ ആ സ്റ്റാറ്റിക് ഏരിയയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒരു എക്സസൈസ് പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. അതൊരു നല്ലൊരു ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും, എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമെന്നും അതുപോലെ തന്നെ ആൻസേഴ്സിലേക്ക് കൂടുതലായിട്ട് എളുപ്പത്തിൽ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കാരണം നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ആളുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ ഒരു ടാക്ടിക്കുമാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു എക്സാമിനേഷൻ ഹോളിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ടാക്ടിക്ക് നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്താനായിട്ട് നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഇന്നു മുതൽ ഈ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്.